എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 2 അതിലെ 5ാമത്തെ എപ്പിസോഡാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് തന്നെ ലൈക്ക് തന്നേക്കാം. സോ ഞാൻ പറഞ്ഞു വിശ്വസിക്കാതെ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് കാണിക്കുന്നത് നമ്മുടെ സേക്കു ആണെങ്കിൽ സ്റ്റീം എഞ്ചിൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ഇത് ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ നിൽക്കുകയാണ്. നമ്മുടെ സ്റ്റീം എഞ്ചിൻ ആണെങ്കിൽ മാഗ്മയുടെ നേരെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവിച്ചാലും ഞാനിത് തടയുമെന്ന് നമ്മുടെ മാഗ്മ പറയുന്നു. സോ സ്റ്റീം എഞ്ചിൻ വേഴ്സസ് മാഗ്മയാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ സ്റ്റീം എഞ്ചിൻ ആണെങ്കിൽ നമ്മുടെ മാഗ്മനെ വളരെയധികം ഈസിയായിട്ട് തന്നെ അടിച്ച് ആകാശത്തിലേക്ക് തെറിപ്പിക്കുകയാണ്. ഒരു ഗുരുലേനെ പോലും പവർഫുൾ ആണ്, ഇത് കൊഹാക്കുനെക്കാട്ടി പവർഫുൾ ആണ് എന്ന് നമ്മുടെ ജീനറോ പറയുന്നു. കൊഹാക്കു ആണെങ്കിൽ നമ്മുടെ ജീനറോ മണ്ട കിട്ടണം കൊടുക്കുകയാണ്. കാറുണ്ടാക്കാൻ വേണ്ടി ഒരുപാടധികം പണികളൊന്നും വില്ലേജ് എനിക്ക് ഒരുപാടധികം ഇഷ്ടമായിരുന്നു. പക്ഷെ ഈ വില്ലേജ് വിട്ടുപോകാൻ വേണ്ടിയുള്ള സമയമായി. ഇനി സെന്റിമെന്റ്സിനൊന്നും സമയമില്ല, പെട്ടെന്ന് തന്നെ പോയി ക്രോമിനെ രക്ഷപ്പെടുത്തണം എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജയിലിൽ കൊണ്ടിരുന്ന നമ്മുടെ ക്രോമിനെയാണ്. ക്രോം പറയുകയാണ്, ഞാനൊരു സയൻസ് യൂസറാണ്, അതുകൊണ്ട് തന്നെ ഈ ബാംബു കേജ് ഒക്കെ പൊളിച്ച് ഞാൻ പുറത്തു വരുമെന്ന്. എന്തിനു വേണ്ടിയാണ് അവനെ ആ ഓപ്പൺ സെല്ലിൽ ഇട്ടേക്കുന്നതെന്ന് നമ്മുടെ ഹ്യൂഗ ചോദിക്കുന്നു. ഹ്യൂഗ പറഞ്ഞ കാര്യത്തിന് സുക്കാട്സ് മറുപടി കൊടുക്കുന്നില്ല. ഇന്റർമാറി സമ്മർ ആകുകയാണ്. നമ്മുടെ ഗെന്നാണെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ആ കാർ ഓടിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സേക്കു, ഈ സാധനം ഞാൻ തന്നെ ഓടിക്കണോ? വേണം, കാരണം നിന്റെ കയ്യിൽ മാത്രമേ ലൈസൻസ് ഉള്ളൂ എന്ന് നമ്മുടെ സേക്കു പറയുന്നു. വണ്ടി ഓടിച്ചാൽ 100 മില്യൺ% ഞാൻ ഉറപ്പായിട്ടും മരിക്കും എന്ന് നമ്മുടെ ഗെന്ന് പറയുകയാണ്. സമയത്ത് തന്നെ ബാംബൂസ് ഒക്കെ യൂസ് ചെയ്ത് ആ വണ്ടിക്ക് വേണ്ടി അത്യാവശ്യം നല്ലൊരു ടയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ടയറിനെ കുറിച്ചൊക്കെ ഗെന്നിന് നമ്മുടെ സേക്കു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും കേൾക്കാൻ നമ്മുടെ ഗെന്ന് കൂട്ടാക്കുന്നില്ല. സമയത്ത് തന്നെ ആ ടയർ ആ സ്റ്റീം എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. സോ ഇത് കാണുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപാടധികം സന്തോഷം വരികയാണ്. എന്നാൽ നമ്മുടെ കീസുകിക്ക് സന്തോഷം വരുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ക്രോം തൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ കീസുകി പറയുകയാണ്. ഇത് പേടിക്കണ്ട, ക്രോമിനെ നമ്മൾ ഉറപ്പായിട്ട് രക്ഷിക്കും. അവൻ ഇവിടെ വരുന്ന സമയത്ത് ഈ സാധനം കാണാൻ നേരത്ത് അവന് ഒരുപാടധികം സന്തോഷം വരും എന്ന് നമ്മുടെ സേക്കു കീസുകി പറയുകയാണ്. തന്നെ എന്നെ കുറിച്ച് ആരാടാ വിചാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്രോം തുമ്മുകയാണ്. ഇത് തന്നെ വില്ലേജിലുള്ള പ്രായമുള്ള ഒരുപാടധികം ആൾക്കാർ വന്നിട്ട് നമ്മുടെ സേക്കുവിനോട് പറയുകയാണ്, നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഞങ്ങൾ വില്ലേജിൽ തന്നെ ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. ആ കാർ ഉണ്ടാക്കിയത് വയസ്സായിട്ടുള്ള ഞങ്ങൾക്ക് വരാൻ വേണ്ടിയല്ലേ? വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാടധികം നടക്കാൻ വേണ്ടി സാധിക്കത്തില്ലല്ലോ, അതുകൊണ്ടല്ലേ നീ അത് ക്രിയേറ്റ് ചെയ്തത്? കൊണ്ടല്ല, എനിക്ക് സയൻസ് ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് എന്ന് നമ്മുടെ സേക്കു അവരോട് പറയുകയാണ്. ഒക്കെയാണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഈ ഷിനഗാമി വില്ലേജിൽ തന്നെയാണ് ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത് റിസ്ക് ആണ്, കാരണം സുക്കാൻസിന്റെ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ആക്രമിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മേലെ നല്ല വിശ്വാസമുണ്ട്. അവര് വന്ന് ഞങ്ങളെ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പോയി അവരെ ആക്രമിക്കുക, വില്ലേജ് ചീഫ് എന്ന് നമ്മുടെ സേക്കുനോട് ആ പ്രായമുള്ള ആൾക്കാർ വന്ന് പറയുകയാണ്. സോ അങ്ങനെ നമ്മുടെ സേക്കു ബാക്കിയുള്ളവരും കൂടെ ചേർന്നിട്ട് നമ്മുടെ സുക്കാൻസ് ആർമീനെ ആക്രമിക്കാൻ വേണ്ടി അവിടെ നിന്ന് പുറപ്പെടുകയാണ്. എന്നാണെങ്കിൽ ആ വണ്ടി ഓടിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗെന്ന് വളരെയധികം ഈസി ആയിട്ട് തന്നെ വണ്ടി ഓടിച്ചു വരികയാണ്. കുറച്ചു നേരം കഴിഞ്ഞ സമയത്ത് ഒരു കയറ്റം വന്ന സമയത്താണെങ്കിൽ വണ്ടിയുടെ എഞ്ചിന്റെ പമ്പ് പുഷ് ചെയ്യാൻ വേണ്ടി ഒരു മൊമെന്റം വേണം. സോ അതിനുവേണ്ടി ആണ് അവർ അത് തെള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്തായിരുന്നു നമ്മുടെ സേക്കു എന്തോ ഒരു കാര്യം ചിന്തിക്കുന്നത്. സേക്കു, നിനക്ക് എന്തു പറ്റി എന്ന് ബാക്കിയുള്ളവർ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സേക്കു ആണെങ്കിൽ, സേക്കു നിനക്ക് എന്ത് പറ്റി, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ സേക്കുനോട് ചോദിക്കുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ അവിടെ നമ്മുടെ സേക്കു ക്യാമ്പ് സെറ്റ് ചെയ്യുകയാണ്. ദൂരെയുള്ള സുക്കാട്സ് ആർമിയെ നിരീക്ഷിക്കാൻ വേണ്ടി ടെലസ്കോപ്പ് യൂസ് ചെയ്യുകയാണ് നമ്മുടെ കൊഹാക്കു. നമ്മുടെ സേക്കു ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്രോം ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. സോ അങ്ങനെ ഒരുപാടധികം സ്ഥലങ്ങൾ നമ്മുടെ സ്വീക്ക് തപ്പുന്നുണ്ടെങ്കിലും അവിടെ ക്രോം ഇല്ലായിരുന്നു. എന്നാൽ ഒരു സ്ഥലത്ത് വെച്ച് നമ്മുടെ ക്രോം ആണെങ്കിൽ സ്വീക്കിനെ കാണുകയാണ്. സോ സിഗ്നൽ കൊടുക്കാൻ വേണ്ടി, ഹേ ഇവിടെ ഒരുപാട് നേരം കൊണ്ടിരുന്ന് എനിക്ക് ബോറടിക്കുന്നു എന്ന് നമ്മുടെ ക്രോം വിളിച്ചു പറയുകയാണ്. സോ ഇത് നമ്മുടെ സ്വീക്ക കേൾക്കുന്നുണ്ട്. നമ്മുടെ സ്വീക്ക ആണെങ്കിൽ സേക്കുനോട് ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്. സോ ഇത് കേട്ട് ദേഷ്യം വന്ന നമ്മുടെ മാഗ്മ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ അവിടെ പോയിട്ട് അവനെ രക്ഷിക്കാമെന്ന് പറയുന്നു. കൊല്ലണ്ടിയൊന്നും ആവശ്യമില്ല, പക്ഷെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് പോയി അറ്റാക്ക് ചെയ്യണം എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. നമ്മുടെ സേക്കുവിന്റെ പ്ലാൻ എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ സ്റ്റീം കാർ ആണെങ്കിൽ നമ്മുടെ സേക്കു ഒന്നും കൂടെ മോഡിഫൈ ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത്, അതിനിടെ ഇത് മാറ്റുക വേണോ എന്ന് നമ്മുടെ കീസ്ക്ക് കരഞ്ഞോട് ചോദിക്കുന്നു. നമ്മൾ ഈ സാധനം മോഡിഫൈ ചെയ്തിട്ട് ഒരു ടാങ്കർ പോലെ ആയിരിക്കും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ കീസ്കിക്ക് ഒരുപാട് മോട്ടിവേഷൻ കയറുകയാണ്. ടാങ്കർ എന്ന് പറയാൻ നേരത്ത് ഒരു സാധനത്തിന്റെ ഉള്ളിലിരുന്ന് ആക്രമിക്കുന്നത് പോലത്തെ ഒരു സംഭവമാണ്. സോ അതിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള മെറ്റൽ വേണ്ടായോ എന്ന് നമ്മുടെ കൊഹാക്കു ചോദിക്കുന്ന സമയത്ത് ഇരുമ്പ് എന്ന് നമ്മുടെ സേക്കു പറയുന്നു. പക്ഷെ അത് ഒരുപാടധികം വെയിറ്റ് അല്ലേ, ഈ വണ്ടി ഓടത്തില്ലല്ലോ എന്ന് നമ്മുടെ ഗെന്ന് ചോദിക്കുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സേക്കു പറയുകയാണ്, നമുക്ക് പേപ്പറാണ് വേണ്ടിയെന്ന്.
സോ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഗെന്നും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഞെട്ടുകയാണ്. കിട്ടുന്ന എല്ലാ തരത്തിലുള്ള പുല്ലുകളും ചെടികളും നമ്മുടെ സേക്കു പറിച്ചോണ്ട് വരാൻ വേണ്ടി പറയുകയാണ്. പുല്ലാണെങ്കിൽ ബോയിൽ ചെയ്യുകയാണ്. കുറച്ച് ബോയിലിംഗ് വാട്ടറും അതും കൂടെ ചേർത്തിട്ട് അങ്ങനെ നമ്മുടെ സേക്കു പേപ്പർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഉണ്ടാക്കിയ പേപ്പറിൽ തന്നെ ബ്ലൂ പ്രിന്റ് നമ്മുടെ സേക്കു റെഡി ആക്കുകയാണ്. നമ്മൾ ഇടിച്ചു നോക്കിയിട്ട് നമ്മുടെ ബാക്ക് പറയുകയാണ് ഇത് അത്രയ്ക്ക് സ്ട്രോങ് അല്ലെന്ന്. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേക്കു എന്തൊക്കെയൊക്കെയോ ഒരു സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഗ്ലൂ ഒക്കെ വെച്ച് തേച്ചിട്ട് സോ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഗെന്നിനാണെങ്കിൽ ജാപ്പനീസ് ഡോർ പോലെയാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സേക്കു ആണെങ്കിൽ പേപ്പർ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ ചീണറോ ആണെങ്കിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന സ്പിയർ യൂസ് ചെയ്തിട്ട് ഒരു മരം അങ്ങ് മുറിച്ച് കളയും. സ്പിയറിന്റെ അറ്റാക്ക് തന്നെ ഇത്രയധികമുണ്ട്, നിന്റെ ആ പേപ്പർ എങ്ങനെ ഇത് തടുക്കും? അത് നമുക്ക് നോക്കിക്കളയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേക്കോ ഗീറോയും കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആകുന്നു. നീ ചിന്തിച്ച് തന്നെയാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മുടെ ചീണറോ ചോദിക്കുന്ന സമയത്ത് ഞാൻ വളരെയധികം ചിന്തിച്ചിട്ടാണ്. നീ നിന്റെ ഫുൾ സ്ട്രെങ്ത് എടുത്തു തന്നെ എന്നെ ആക്രമിക്കണം. ഫുൾ സ്ട്രെങ്ത് റൂൾസ് എന്ന് പറഞ്ഞാൽ റൂൾസ് തന്നെയാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജീഡറോ ആണെങ്കിൽ സേക്കുവിനെ ആക്രമിക്കുകയാണ്. നമ്മുടെ ജീഡറോന്റെ സ്പിയർ തകർന്നു പോവുകയാണ്. നമ്മുടെ സേക്കു അതിൽ വിജയിക്കുകയാണ്. അത് തടഞ്ഞെങ്കിലും അതിന്റെ ഇമ്പാക്ട് സേക്കുവിന് താങ്ങാൻ പറ്റത്തില്ല എന്ന് നമ്മൾ കോണാക്കു പറയുന്നു. നീ ഗ്ലൂ തേക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് നീ പ്ലാസ്റ്റിക്കും കൂടെ മിക്സ് ചെയ്ത് തേച്ചു അല്ലേ എന്ന് നമ്മുടെ ഗെന്ന് ചോദിക്കുന്നു. മില്യൺ പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്ന് നമ്മുടെ സേക്കു യൂസ് ചെയ്തിട്ട് ഒരുപാട് ലേയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതാണ് കാർബൺ ഫൈബർ. റോക്കറ്റിനും കാറിനും ഷിപ്പിനെല്ലാം ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെയധികം പവർഫുള്ളുമാണ്, അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റഡ്. സേക്കു ആ ടാങ്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്, ഡബിൾ എഞ്ചിനും ക്രിയേറ്റ് ചെയ്യുകയാണ്, അതുപോലെ തന്നെ ടയേഴ്സ് മോഡിഫൈ ചെയ്യുകയാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നമ്മുടെ ക്രോമിനെ രക്ഷിക്കുക. ഞാൻ അവന്മാർക്ക് വേണ്ടി ഒരു വലിയ ട്രാപ്പ് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവന്മാർ വീണാൽ അവന്മാരുടെ പ്ലാൻ തന്നെ മൊത്തത്തിൽ തന്നെ ഇല്ലാതായി പോകും. തരത്തിലുള്ള ട്രാപ്പാണ് എന്ന് നമ്മുടെ ഹ്യൂഗ സുഗാർസനോട് ചോദിക്കുന്ന സമയത്ത് ഒരു ഗൺ പൗഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവന്മാര് സ്റ്റീം എഞ്ചിൻ ക്രിയേറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ അത് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. സ്റ്റോറേജ് കാലത്ത് ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് നമ്മുടെ ഹ്യൂഗ ചോദിക്കുന്ന സമയത്ത് സേക്കു വളരെയധികം ഇന്റലിജന്റ് ആണ്. അവനെ കൊണ്ട് ഇതൊക്കെ വളരെയധികം സിമ്പിൾ ആണ്. ഒരു ഐഡിയ കിട്ടി, നമുക്ക് ഈ ടാങ്ക് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവന്മാരുടെ അടുത്ത് പോയിട്ട് അവന്മാരെല്ലാത്തിനെയും പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഓടിച്ചിട്ട് നമുക്ക് ക്രോമിനെ രക്ഷിച്ചാൽ പോലെ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്താൽ ഈ ടാങ്കർ മൊത്തത്തിൽ തന്നെ ഇല്ലാതായി പോകും. വൺ ടൈം പർപ്പസ് ആണ് എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. എന്ത് ചെയ്യും എന്നെ രക്ഷിക്കാൻ വരുന്നവര് ഇവിടെ ട്രാപ്പി വീരുമല്ലോ. എന്താണ് ചെയ്യുന്നത്? ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാനൊരു സയൻസ് യൂസർ ആണ്. അവരെന്തിനാണ് എന്നെ വന്ന് രക്ഷിക്കുന്നത്? എനിക്ക് സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുമല്ലോ. കാര്യം ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ എന്തോരമാണ് കഷ്ടപ്പെടുന്നത്. കാര്യം ചെയ്യാം, ക്രോമിനെ രക്ഷിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മിറാക്കിൾ കേവിലോട്ടും കൂടെ പോകാം. അവിടെ പോയിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാം. അഥവാ ക്രോം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ നമ്മുടെ ജോലി സിമ്പിൾ ആകുമല്ലോ എന്ന് നമ്മുടെ കോഹാക്ക് ചിന്തിക്കുന്നു. സയൻസിന്റെ പവർ യൂസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്ന് നമ്മുടെ ക്രോം ചിന്തിക്കുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ആനിമി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ളൊരു സപ്പോർട്ടാണ് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ആനിമി സീരീസിന് നിങ്ങൾ തരുന്നത്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ഈ സീരീസ് മുഴുവനായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ 4 സീസൺസ് ആണുള്ളത്. ഈ 4 സീസൺസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒരുപാട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കുക. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അരിഗാത്തോ ഗൊസേവാസ്.